നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പൊ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ മറ്റൊരു മെയിൻ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോണത്. നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ടുള്ള സൂപ്പർബ് ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ കാണിക്കാത്തതും അതേപോലെ നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത റെമഡിയാണ്. നമുക്കൊരു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ സൂപ്പർബ് ആയിട്ട് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ്, അതുപോലെ തന്നെ പഫിനെസ്, അതുപോലെ തന്നെ ആ ഒരു കണ്ണിന് ചുറ്റുമുള്ള ഡൾനെസ് ഒക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടുള്ള നല്ല സൂപ്പർബ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പൊട്ടറ്റോ ജ്യൂസാണ്. ഏകദേശം ഒരു 1.5 സ്പൂണോളം പൊട്ടറ്റോ ജ്യൂസ് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടോ നമുക്ക് എങ്ങനെയാണെങ്കിലും കുറച്ച് പൊട്ടറ്റോൻ്റെ ജ്യൂസാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൈസ് പൗഡർ എടുക്കാം. ഓട്സ് ആണ് ബെസ്റ്റ്. അപ്പോൾ ഓട്സ് ജസ്റ്റ് ഒരു 1/2 സ്പൂണ് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഓട്സ് കോമ്പിനേഷൻ സൂപ്പർബാണ് സ്കിൻ ലൈറ്റനിങ്ങിന്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 1 സ്പൂൺ നമ്മുടെ കുക്കുംബർ ജ്യൂസാണ് കേട്ടോ. നമ്മുടെ സാലഡ് കുക്കുംബർ ഇല്ലേ, അതിൻ്റെ ജ്യൂസ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് പറ്റാത്തവർക്കും വേണ്ടി മാത്രം നമുക്ക് നമ്മുടെ ഇത് ഉപയോഗിക്കാം, അതായത് ലെമണിൻ്റെ ജ്യൂസ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ആൽമണ്ട് ഓയിൽ നമുക്ക് ചിലർക്ക് ഇങ്ങനെ കുരു വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഒഴിവാക്കാം. അല്ലാത്തവർ എന്തായാലും ആൽമണ്ട് ഓയിൽ ഒരു 1/4 സ്പൂൺ ഉപയോഗിക്കാം. അത്രയും മതി. ഈ ഒരു മിക്സ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നന്നായിട്ട് റെഡിയാക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഓട്സ് ഒക്കെ ഇതിൽ കിടന്ന് ഒന്ന് ഡൈല്യൂട്ട് ആവും കേട്ടോ. അതായത് നന്നായിട്ടൊന്ന് മിക്സായി തിക്ക് പേസ്റ്റ് മാതിരി ആവും. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ കോട്ടൺ പാഡിലോ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കണ്ണുമ്മ ഇരിക്കാൻ പാകത്തിന് നമുക്ക് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെറിയൊരു കോട്ടൺ പാഡ് ആയാലും അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ചെറിയൊരു ക്ലോത്ത്, നമ്മുടെ കോട്ടൻ്റെ തുണി എടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ മിക്സ് നമുക്ക് ഒരു 3-4 ദിവസം ഉപയോഗിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കണ്ണിനടിയിലത്തെ കറുപ്പ് കുറയും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ കോട്ടൺ പാഡ് ഇതിൽ മുക്കി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് മുക്കി വെച്ചു നമ്മുടെ മിക്സിയിൽ. അതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ അടിയിലിടുമ്പോൾ മുകളിലത്തെ കറുപ്പ് എങ്ങനെയാണ് മാറും എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കത് കാണാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും. നമ്മൾ കോട്ടൺ പാഡോ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നമ്മുടെ തുണിയോ കട്ട് ചെയ്ത് വെച്ചാൽ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നമ്മളിത് പൊട്ടറ്റോ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും. ഒന്ന് വലിയണ വരെ ഏകദേശം ഒരു 20 മിനിറ്റോ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് സിനിമ കാണാനിരിക്കുമ്പോൾ, ബുക്ക് വായിക്കാനിരിക്കുമ്പോൾ, ഫോൺ നോക്കാനിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ കോട്ടൺ പാഡ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ നല്ലൊരു തണുപ്പും ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ കോട്ടൺ പാഡ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് നമ്മുടെ കണ്ണിന് ചുറ്റൊന്ന് എല്ലാവിടെയും തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം കണ്ണിൻ്റെ മുകളിലും ചിലർക്ക് കറുപ്പുണ്ടാവും. അപ്പോൾ അതെല്ലാം ഈക്വലായിട്ട് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് നമ്മുടെ വിരലിൻ്റെ ആ ഒരു ടിപ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. നമുക്ക് അത്ര വലിയ ഭാരിച്ച പണിയൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്യാം. കഴുകി കളയണമെങ്കിൽ കളയാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ട്രിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ജസ്റ്റ് നമ്മളിതുപോലെ നമുക്ക് കുറച്ച് ഈ ഒരു സംഭവം നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് കോട്ടൺ പാഡ്സ് നമ്മൾ ഡെയിലി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുണിയാണെങ്കിലും മതി, നമ്മുടെ കോട്ടൻ്റെ തുണി, അത് നമ്മൾ കഴുകി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കി വെക്കുക. പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ഈ ഒരു മിക്സിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ആയതുകൊണ്ട് കളർ ചിലപ്പോൾ ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒരാഴ്ചയോളം നമ്മൾ അടുപ്പിച്ച് ഡെയിലി ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലോണം ഡാർക്ക്നെസ് ഒക്കെ ഉള്ളത് നല്ലോണം ലൈറ്റനായിട്ട് വരും. കാരണം പൊട്ടറ്റോയും അതുപോലെ തന്നെ നമ്മുടെ ഓട്സും ഭയങ്കര ഒരു കോമ്പിനേഷൻ ആട്ടോ നമുക്ക് ഈ ഒരു ലൈറ്റനിങ്ങിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.